തൃശൂരിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയ്ക്ക് തുടർ ചികിത്സ നൽകാൻ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം വീണ്ടും അതിരപ്പിള്ളിയിലേക്ക്. വെള്ളിയാഴ്ച ദൗത്യം ആരംഭിക്കാനാണ് നീക്കം. ആനയ്ക്കായി കോടനാട് പ്രത്യേക ആനക്കൊട്ടിൽ സജ്ജീകരിക്കും. സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, നേരത്തെ നൽകിയ ചികിത്സ ഫലപ്രദമല്ല എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ, ഈ മുറിവിൽ പുഴുവരിച്ച നിലയിലുള്ള സാഹചര്യം, ഇതിനൊക്കെ ഇടയിൽ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം എങ്ങനെയാണ് സൂരജ്? ടി കെ, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് 24 ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ മുറിവിൽ നിന്ന് ഈ പുഴുവരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടത്. ഈ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഒരു മെഡിക്കൽ സംഘത്തെ അടക്കം നിയോഗിച്ചുകൊണ്ട് ഇന്നും ഇന്നലെയുമായി എല്ലാം വലിയ രീതിയിലുള്ള പരിശോധന അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു. അതിൽ ആനയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നുവെന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നടപ്പാക്കാനുള്ള തീരുമാനം. നേരത്തെയും ആനയ്ക്ക് ചികിത്സ നടപ്പാക്കിയതാണ്. ടി കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്ന് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സിക്കാനുള്ള ഒരു നീക്കമാണ് ആദ്യഘട്ടത്തിൽ ആലോചിച്ചെങ്കിലും പിന്നീട് ഈ സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിർത്തി ഈ മരുന്ന് വെച്ച ആനയെ കാട്ടിലേക്ക് മടക്കി വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. പക്ഷേ ആ ചികിത്സ ഫലപ്രദമാകാതിരിക്കുകയും ഈ മസ്തകത്തിലെ മുറിവിൽ നിന്ന് അടക്കം അരിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇതിപ്പോൾ കണക്കിലെടുത്തുകൊണ്ടാണ് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുക, അതിനുശേഷം കൃത്യമായ ചികിത്സ ഉറപ്പാക്കുക എന്ന നിലപാടിലേക്ക് വനംവകുപ്പ് എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കോടനാട് ആനയ്ക്കായി പ്രത്യേക ആനക്കൊട്ടിലടക്കം സജ്ജീകരിക്കും. മൂന്നാറിൽ നിന്ന് ഇതിനു വേണ്ടിയുള്ള തടികൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളടക്കം വനംവകുപ്പ് സ്വീകരിച്ചു വരികയാണ്. വെള്ളിയാഴ്ചയോടുകൂടി ദൗത്യം ആരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് വനംവകുപ്പ് കണക്കുകൂട്ടുന്നത്. ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം വെള്ളിയാഴ്ചയോടുകൂടി അതിരപ്പള്ളിയിൽ എത്തും. നിലവിൽ ഒരു ശസ്ത്രക്രിയയെ തുടർന്ന് അരുൺ സക്രി വിശ്രമത്തിലാണ്. അദ്ദേഹം നാളത്തോടുകൂടി മാത്രമാണ് ഈ വിശ്രമം അവസാനിക്കുക. അങ്ങനെയെങ്കിൽ വെള്ളിയാഴ്ചയോടുകൂടി അരുൺ സക്രിയും സംഘവും അതിരപ്പള്ളിയിലെത്തി ഈ ദൗത്യം നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. കുങ്കിയാനകളെ അടക്കം എത്തിച്ചുകൊണ്ടായിരിക്കും ഈ ആനയെ പിടികൂടുക. അതിനുശേഷം കോടനാടെത്തി ആനയ്ക്ക് ചികിത്സ നൽകുക. പക്ഷേ അതേസമയം ഒരാശങ്കയുള്ളത് ഈ ആനയ്ക്ക് മയക്കുവെടി വെച്ചാൽ ഇനി എന്താകും സ്ഥിതി എന്ന സംബന്ധിച്ചും വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. ടി കെ, ശരി, സൂരജ് സജി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ആ കാട്ടാനയുടെ ആരോഗ്യനില ദിനം പ്രതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അതിന് വീണ്ടും ചികിത്സ നൽകാനുള്ള തീരുമാനത്തിലേക്ക് വനംവകുപ്പ് പോവുകയാണ്. പക്ഷേ അതെങ്ങനെ സാധ്യമാകും എന്നത് സംബന്ധിച്ചൊക്കെയുള്ള ആശങ്കകൾ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്.